ഈ കൊല്ലം പോർച്ചുഗൽ തന്നെ അടിക്കും. അതെ, സ്പോർട്സിനെ പറ്റി പറയുമ്പോഴാണ് ഒരുപാട് നന്ദിയുണ്ട് ചെന്നൈ സൂപ്പർ കിങ്സ് ടീം മാനേജ്മെന്റിനോടും എല്ലാവരുടെ ഒത്തിരി നന്ദിയുണ്ട്. ഒരു വിഷമം പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടി ഒരുപാട് പേരുടെ തല്ലുകൂടി, ബെറ്റ് വെച്ചു, പൈസ പോയി, പിന്നെ മാനം നഷ്ടപ്പെട്ടു. അങ്ങനെ ഒരുപാട് സാഹചര്യങ്ങൾ ഈ ഒരു സീസണിൽ എനിക്ക് സംഭവിച്ചിട്ടുണ്ട്. ഒരുപാട് നന്ദിയുണ്ട് CSK മാനേജ്മെന്റ്. ഇന്ന് വരും നാളെ വരും എന്ന് പറഞ്ഞ് ധോണി വരുമെന്ന് പറഞ്ഞ മറ്റേ അമ്പിളിമാമിനെ കാണിച്ചു തരാന്ന് പറഞ്ഞ് കൊച്ചിലെ എൻ്റെ അടുത്ത് ആൾക്കാർ പറഞ്ഞ് പറ്റിച്ചതുപോലെ ഇന്ന് വരും നാളെ വരും ധോണി എന്നൊക്കെ പറഞ്ഞ് എന്നെ ഒരുപാട് പറ്റിച്ചു. അതിനും പ്രത്യേക നന്ദി. ഇനി അടുത്ത വട്ടം താങ്ക് യു മീൻസ് ലോഡ്. അടുത്ത വട്ടം ആദ്യത്തെ കുറച്ച് കളികളൊക്കെ കണ്ട് ടീമിനെ വിലയിരുത്തിയതിനു ശേഷം മാത്രമേ ഞാനൊരു CSK ഫാൻ എന്ന് പറഞ്ഞ് ഞാൻ വെളിയിൽ ഇറങ്ങുള്ളൂ. അല്ലാത്ത പക്ഷത്തോളം ഞാൻ ഒരു ന്യൂട്രൽ IPL ഫാനായിട്ട് മാറുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച്. നന്ദി. പക്ഷെ ഉള്ളിന്റെ ഉള്ളിൽ എന്നും CSK, അതും ഞങ്ങളുടെ സുരേഷ് റെയ്നയും ജഡേജയും ധോണിയൊക്കെ ഉണ്ടായിരുന്ന CSK ഇല്ലേ, അതെന്നും ഇവിടെ ഉണ്ടാവും. ഇവിടെ നെഞ്ചിൽ കൂടിയിരിക്കും. അതെ, അല്ല അതിന്റെ കൂടെ പ്രത്യേക ഒരു മെൻഷനും കൂടെ. ഇപ്പൊ ഞാൻ സംസാരിച്ചോണ്ടിരുന്നതിന്റെ ഇടയ്ക്ക് ഇങ്ങനെ ഇരുന്ന് കുഴപ്പമില്ല പോട്ടെ എന്നൊക്കെ പറയുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ പറയല്ലേ, നിക്കറി തൂറിയിരിക്കുന്നവൻ അപ്പി ചവിട്ടിയെ കളിയാക്കുന്നത് പോലെയാണ് മുംബൈ ഫാനാണ് ഇരിക്കുന്നത്. ഏറ്റവും പോയിന്റ് ടേബിൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും അടിയുന്ന 1ാം സ്ഥാനത്ത് നിൽക്കുന്ന മുംബൈ ഇന്ത്യൻ ഫാനാണ് ആ ഒരു ഡയലോഗ് അടിച്ചത്. മുംബൈ ഇന്ത്യൻ ഫാനാണ് നമ്മുടെ അടുത്ത് ഇപ്പൊ അത് ആ ഡയലോഗ് പറഞ്ഞത്. അവർക്കും പ്രത്യേക ഒരു നമസ്കാരം. ഒരുപാട് അതെ, ഒരുപാട് അടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ടുണ്ട്.